ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ സൂപ്പർ കപ്പിൽ നടന്ന ആദ്യ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് നിലവിലെ ജേതാക്കളായ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഡേവിഡ് കാറ്റലയ്ക്ക് കീഴിലുള്ള ആദ്യത്തെ മത്സരമായിരുന്നു ഇത്. ആദ്യത്തെ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഒരു പരിശീലകന് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. 5 വിദേശ താരങ്ങളെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം ടീമിനെ ഇറക്കിയിരുന്നത്. ഏതായാലും ഇന്നലത്തെ വിജയത്തോടുകൂടി കാറ്റല ഇപ്പോൾ 3 കണക്കുകൾ തിരുത്തി കുറിച്ചിട്ടുണ്ട്. 3 റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. തുടക്കം ഗംഭീരമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സിംഗിൾ ലെഗ് നോക്കൌട്ട് മത്സരം ഇപ്പോൾ വിജയിക്കുന്നത്. ഇതിനു മുൻപ് സൂപ്പർ കപ്പിലും ഡ്യൂറന്റ് കപ്പിലും ഒക്കെ നോക്കൌട്ട് ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ വിജയിക്കാൻ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കലിംഗ സ്റ്റേഡിയത്തിൽ ആദ്യമായിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നത്. ഇതിനു മുൻപ് ഒരുപാട് മത്സരങ്ങൾ ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ട്. ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കാറ്റല അത് ഇപ്പോൾ തിരുത്തി കുറിച്ചിരിക്കുന്നു. ഇനി സൂപ്പർ കപ്പിലെ ആദ്യ ക്ലീൻ ഷീറ്റ് ഇപ്പോൾ ക്ലബ്ബ് സ്വന്തമാക്കി കഴിഞ്ഞു. ഇതിനു മുൻപ് ഒരൊറ്റ ക്ലീൻ ഷീറ്റ് പോലും സൂപ്പർ കപ്പിൽ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്നലത്തോടു കൂടി ആ ഒരു റെക്കോർഡ് തിരുത്തി എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെ കാറ്റലയുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 3 റെക്കോർഡുകൾ തിരുത്തി കുറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മോഹൻ ബഗാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ കളിക്കില്ല എന്ന് തന്നെയാണ് ബംഗാളി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.